ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ 3 ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലും കൂടി പോളിംഗ് 3.08% ഇടിഞ്ഞത്. വോട്ടെടുപ്പ് നടന്ന 282 മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ പോളിംഗ് 65.77%. 2019 ഇത് 68.85% ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പോളിംഗിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയത്. ഇതെല്ലാം ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നത് പാർട്ടിയുടെ തലവേദന ഇരട്ടിയാക്കുന്നുമുണ്ട്. ഇതോടെ 400-ന് മുകളിൽ സീറ്റ് എന്ന ലക്ഷ്യം ബി.ജെ.പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും 4 ഘട്ടങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കെ അത്തരമൊരു വിലയിരുത്തലിൽ അടിസ്ഥാനമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടിംഗ് ശതമാനത്തിലെ കുറവിന് പല കാരണങ്ങളുമുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ വീണ്ടും അധികാരത്തിലേറുമെന്നായിരുന്നു പല അഭിപ്രായ സർവേ ഫലങ്ങളും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ആവേശം നഷ്ടപ്പെട്ടതാകാമെന്നാണ് ഒരു വിലയിരുത്തൽ. വലിയ പ്രഖ്യാപനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചില്ലെന്നതും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീർ വിഷയവുമെല്ലാം ഉയർത്തിക്കാട്ടിയായിരുന്നു ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. എന്നാൽ ഇക്കുറി അത്തരം വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നില്ല. ഉഷ്ണതരംഗവും പോളിംഗ് ശതമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം, സിക്കിം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോളിംഗിലെ കുറവ് രാജ്യത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതേസമയം അത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ ഉദ്യോഗസ്ഥനായ രാഹുൽ വർമ്മ പറയുന്നത്. പോളിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഭരണവിരുദ്ധതയുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ചരിത്രപരമായ യാതൊരു കണക്കുകളും ഇല്ലെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. എല്ലായിടത്തും വോട്ടർമാരുടെ പോളിംഗ് കുറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അസാമിലും പശ്ചിമ ബംഗാളിലും 3ാം ഘട്ടത്തിൽ യഥാക്രമം 85.5%, 77.5% പോളിംഗ് എന്നാണ് വർമ്മ പറയുന്നത്. തങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ 10 വർഷ കാലയളവിൽ ബി.ജെ.പി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻപത്തെ പോലെ വോട്ടർമാർക്കിടയിൽ ഇക്കുറി വലിയ ആവേശമുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരും വോട്ട് ചെയ്യാൻ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഭരണകക്ഷിയെ പരാജയപ്പെടുത്തുകയെന്ന അസംഭവ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് RSS നേതാവ് പറയുന്നത്. അതേസമയം പോളിംഗ് കണക്കിലെ കുറവിൽ ആത്മവിശ്വാസം ഉയർന്ന നിലയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഓടി നടന്ന വർഗീയതയിൽ ഊന്നിയുള്ള ബി.ജെ.പി പ്രചരണം അവരുടെ ഭയത്തിന്റെ തെളിവാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോദി തരംഗം ഇക്കുറി ഇല്ലെന്നത് ബി.ജെ.പിയും വിലയിരുത്തുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള വിഷയങ്ങൾ തിരിച്ചടിയായെന്നും കണക്കുകൂട്ടുന്നു. എന്നിരുന്നാലും തുടർഭരണത്തിനുള്ള സാധ്യത മങ്ങിയിട്ടില്ലെന്ന് തന്നെയാണ് ഭരണപക്ഷം പുലർത്തുന്ന പ്രതീക്ഷ.